ഈ സർക്കാരിനെ ജനങ്ങൾ വെറുക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നത്. ജനങ്ങൾ ഇടതുപക്ഷ മുന്നണിക്കല്ല വോട്ട് ചെയ്തത്. ജനങ്ങൾ ജനാധിപത്യപരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നന്നായി. അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസം മാത്രമാണ്. എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷക്ക് മങ്ങലേറ്റിട്ടുണ്ട്. അപ്പൊ അതൊരു ജയിച്ച തോൽവിയാണ്. അതെന്തോന്ന് സാധനം അങ്ങനെ ഉണ്ടല്ലോ ഒരു തോൽവി, ഒരു ജയിച്ച തോൽവിയാണ്. പോയേ കയ്യിന്ന് പോയേ പിന്നെയും പോയേ. സർക്കാരിനെതിരായിട്ടുള്ള ഭരണവികാരം മാത്രമല്ല, സർക്കാരിനെതിരായിട്ടുള്ള ഭരണവികാരം മാത്രമല്ല. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. 2024-ലും 2019 ആവർത്തിക്കില്ലെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? LDFന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചോ കേരളത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചോ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല. ഇനി ഞാനൊരു സത്യം പറയട്ടെ. ഈ ഫലം LDFന് തിരിച്ചടിയല്ല. നുണേ പറയുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ശക്തമാണ്. എല്ലാം തീർന്നില്ലേ? ഇത് തിരിച്ചടി. കേരളത്തിന്റെ പ്രതീക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇന്ത്യ മുന്നണിയുടെ വിജയത്തിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നുണ്ട്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു.